Good afternoon. Good afternoon, ma'am. Good afternoon, Good Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ഉണ്ടോ ആരെങ്കിലും? Prayer ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാം, ma'am. Okay. Good afternoon, all, and good afternoon, ma'am. Dear God, I offer this prayer to you. Please guide me and grant me wisdom to negative life challenges. Fill my heart with love, kindness, and compassion, and help me to spread joy and positivity. Whenever I go, keep me safe, healthy, and strong, and bless me with happiness and fulfillment. Thank you for your love and blessing. Help me to be a source of comfort, support, and inspiration those around me. May my words and action be a reflection of your love and kindness. Thank you, ma'am. Thank you all. ഓക്കെ, അപ്പൊ ഇന്ന് സെമിനാർ കണ്ടക്ട് ചെയ്യേണ്ട ദിവസമാണ് അല്ലേ? സെമിനാർ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Yes, ma'am. Yes, ma'am. എല്ലാവരും Yes, ചെയ്തിട്ടുണ്ട് ma'am. അല്ലെ? വൃന്ദ, വിനീത, then നോയൽ ജോയ്, ഇത്രയും പേരാണ്. അല്ല, മായ ഉണ്ടല്ലോ, മായ. ഞാനുണ്ട്. മുബീന, വൃന്ദ, മായ, വിനീത, പ്രേം, then നോയൽ ജോയ്. ഓക്കെ, അപ്പൊ മുബീന സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. എല്ലാവരും ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മുബീന പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ലെക്ചർ നോട്ട് പോലെ കാര്യങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. നമ്മൾ ഇനി വേറൊരു ക്ലാസ് ഇതേ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇതാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന ക്ലാസ് കേട്ടോ, അല്ലെങ്കിൽ സെമിനാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ മുബീന. മാം, സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ട്. പനിയാണ്. പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ മതി, അധികം വലിച്ചു നീട്ടണ്ട. Okay. Good afternoon, everyone. I'm Mubina. Welcome to our seminar. My topic is home visits. Home visits are valuable in respectful relationship with families. Home visits provide teachers and other program staff, that is social workers, with insight into the family dynamics, culture, needs and concerns of families. ഈ ഹോം വിസിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം സ്കൂളും ഫാമിലിയും തമ്മിലുള്ള ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഹോം വിസിറ്റ്സ് ഒരു പ്രധാനപ്പെട്ട റോള് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഫാമിലിയും സ്കൂൾ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം വിസിറ്റ്സ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ബെനിഫിറ്റ്സ് ഓഫ് ഹോം വിസിറ്റ്സ്. ഹോം വിസിറ്റ്സിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ബിൽഡിംഗ് ട്രസ്റ്റ്. അതായത് ഒരു വിശ്വാസം ഫാമിലിയും ആ സ്കൂളിന്റെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളുമായിട്ട് ഒരു ഫാമിലീസിന് ഒരു വിശ്വാസം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹോം വിസിറ്റ്സ് സഹായിക്കും. ഹോം വിസിറ്റ്സ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ബിറ്റ്വീൻ ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഫാമിലീസ്, ഫോസ്റ്ററിംഗ് എ സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അടുത്തത് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി ഡൈനാമിക്സ്. ഒരു ഫാമിലിയുടെ ഒരു പങ്കാളിത്തം വളർത്തുന്നതിന് ഈ ഹോം വിസിറ്റ്സ് സഹായിക്കും. ബൈ വിസിറ്റിംഗ് ഫാമിലീസ് ഇൻ ദെയർ ഹോംസ്, എഡ്യൂക്കേറ്റേഴ്സ് ഗെയിൻ ഇൻസൈറ്റ് ടു ഫാമിലി സ്ട്രക്ചർ, വാല്യൂസ് ആൻഡ് ഇന്ററാക്ഷൻസ്. ഈ ഫാമിലിയുമായിട്ട് ഇപ്പം അവിടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫാമിലിക്ക് ഈ ടീച്ചേഴ്സിന് ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് കൾച്ചറൽ അവയർനെസ്. അതായത് ഒരു വ്യക്തി ഒരു സ്കൂളിലേക്ക് അല്ല ഒരു ഫാമിലിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പം ആ ഫാമിലി ഏത് കൾച്ചറാണ് അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെന്നാൽ എന്താവും എന്നുള്ളത് ഇതാക്കാതെ അവിടെ ചെന്ന് മനസ്സിലാക്കി ട്ടാവണം
അങ്ങോട്ട് പോവേണ്ടത്. അതായത് ഹോം വിസിറ്റ്സ് പ്രൊവൈഡ് an opportunity to learn about and appreciate the cultural backgrounds and practices of families. അവിടെ ചെന്നാൽ ആ ഫാമിലിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവരുടെ കൾച്ചർ എങ്ങനെയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ചിലപ്പോൾ ആദ്യം ഈ ഫാമിലിനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ആണ് ഉള്ളതെങ്കിൽ അവിടെ ചെന്നാൽ ചിലപ്പോൾ അങ്ങനെ ആവില്ല, കുറച്ചും കൂടെ നല്ല ഇംപ്രഷൻ ആവും. അപ്പം അങ്ങനെയുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഐഡന്റിഫൈങ് നീഡ്സ് ആൻഡ് കൺസേൺസ്, അതായത് ആ ഫാമിലിയുടെ അവർക്കുള്ള ആവശ്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഹോം വിസിറ്റ്സ് സഹായിക്കും. എഡ്യൂക്കേറ്റേഴ്സ് ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്, കൺസേൺസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫാമിലീസ്, എനേബിളിംഗ് മോർ എഫക്റ്റീവ് സപ്പോർട്ട്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട്, ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ആ ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിനോ അതിന് ഫലപ്രദമായ പിന്തുണ നൽകാൻ കഴിയും. അടുത്തത് എന്ന് പറയുന്നത് 5th പോയിന്റ്, പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ്. അതായത് ആ ഫാമിലിയായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയും. ഹോം വിസിറ്റ്സ് അലോ എഡ്യൂക്കേറ്റേഴ്സ് ടു ബിൽഡ് പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലീസ്, പ്രൊമോട്ടിംഗ് എ സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ, ഒരു വ്യക്തിഗതമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഹോം വിസിറ്റ്സ് സഹായിക്കും. അടുത്തത് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഹോം വിസിറ്റ്സ്. ഹോം വിസിറ്റ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പറയുന്നത് റെസ്പെക്ട് ബൗണ്ടറീസ്. ഓരോ ഫാമിലിക്കും ഒരു ബൗണ്ടറി ഉണ്ടാവും. അപ്പൊ ആ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് റെസ്പെക്ട് ഫാമിലീസ് ബൗണ്ടറീസ് ആൻഡ് കംഫോർട്ട് ലെവൽസ് ഡ്യൂറിങ് ഹോം വിസിറ്റ്സ്. അവർക്കൊരു ഇപ്പം എല്ലാവരും ഒരുപാട് ആൾക്കാരായിട്ട് ചെല്ലുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്ത ഫാമിലി ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഫാമിലി ബൗണ്ടറിക്ക് അനുസരിച്ചിട്ടായിരിക്കണം ചെല്ലേണ്ടത്. ആക്റ്റീവ് ലിസണിങ്, അതായത് ആ ഫാമിലി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഇവർ കറക്റ്റ് ആയിട്ട് കേൾക്കണം. എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് എൻഗേജ് ഇൻ ആക്റ്റീവ് ലിസണിങ്, പേയിങ് അറ്റൻഷൻ ടു ഫാമിലി കൺസേൺസ് ആൻഡ് നീഡ്സ്. ഈ ഫാമിലി പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കാനുള്ളൊരു മനസ്സുള്ള ആളായിരിക്കണം ഈ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആള്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. Educators should approach home visits with cultural sensitivity, avoiding assumptions or biases. അപ്പൊ അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മുൻധാരണയോട് കൂടി പോവാതെ അവിടെ ചെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഫാമിലിയുടെ അടുത്തുനിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് കിട്ടുന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ പെരുമാറ്റത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഫീൽ ആയാൽ അപ്പൊ പോകുന്ന വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോവേണ്ടത്. അടുത്തത്, ആഫ്റ്റർ ദ വിസിറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് ഫോളോ അപ്പ് വിത്ത് ഫാമിലീസ് ടു എൻഷുർ ദാറ്റ് ദെയർ കൺസേൺസ് ആർ അഡ്രസ്ഡ് ആൻഡ് ടു പ്രൊവൈഡ് ഓൺഗോയിങ് സപ്പോർട്ട്. അവരുടെ പോയി അതിനുശേഷം അതിന് തീരുമാനങ്ങളൊക്കെ എടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ നൽകണം. By incorporating home visits into their practice, educators can build stronger, more respectful relationship with the families, benefiting the children and the community. അപ്പോൾ അവിടെ ആ ഒരു വിസിറ്റില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റേഴ്സിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയണം. പ്രിപ്പയറിംഗ് ഫോർ ഹോം വിസിറ്റ്സ് ബിഫോർ ദ വിസിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഷെഡ്യൂൾ ഇൻ അഡ്വാൻസ്. നമ്മൾ പോകുന്ന ഇന്ന സമയത്ത് പോകും എന്നുള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. കോർഡിനേറ്റ് വിത്ത് ഫാമിലീസ് ടു ഫൈൻഡ് എ കൺവീനിയന്റ് ടൈം. അപ്പൊ ഫാമിലിക്ക് എല്ലാ സമയത്തും അവർ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് കൺവീനിയന്റ് ആയ ഒരു ടൈം നമ്മൾ അവരെ വിളിച്ച് അറിയിക്കണം. ഹോം വിസിറ്റ് ഷുഡ് never be conducted alone, especially if a worker feel their safety may be compromised. അതായത് ഒരാൾ തനിച്ച് പോവാതെ കൂടെ ഒരാളും കൂടെ കൂട്ടിയിട്ട് പോകുന്നതാണ് നല്ലത്.
അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരാൾ കൂടെ ഉള്ളത് നല്ലതായിരിക്കും. ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് പർപ്പസ്, എക്സ്പ്ലെയിൻ ദ പർപ്പസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഹോം വിസിറ്റ്. അപ്പം ഫാമിലിയൊക്കെ ചെല്ലുമ്പോൾ അവര് എന്തിനാ ഇപ്പൊ ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള ഒരു ഫീൽ ഇല്ലാതിരിക്കാൻ അവര് ആദ്യം പറയണം എന്താ ഈ വിസിറ്റിന്റെ പർപ്പസ് എന്താ, അതല്ല എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു കുട്ടിയെ കുറിച്ചിട്ട് ആ കുട്ടിയുടെ പഠന നിലവാരത്തെ കുറിച്ച് പറയാനോ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ട് ഈ ഫാമിലിയും എഡ്യൂക്കേറ്റേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ആ കുട്ടിയുടെ പിന്നീടുള്ള ത്തിലൊക്കെ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്തിനാണ് ഇവർ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫാമിലിനെ അറിയിക്കണം. റെസ്പെക്ട് ഫാമിലി പ്രിഫറൻസസ്, accommodate family preferences regarding date, time and duration. ഫാമിലിയുടെ പ്രിഫറൻസിനാണ് ആദ്യം അവര് റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് ഫാമിലി ചൈൽഡ് ഹിസ്റ്ററി ഷുഡ് ബി ഇൻസ്പെക്റ്റഡ് prior to the visit, confidentially must be maintained. അതായത് ഈ ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്ത കാര്യം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതിപ്പോ വേറൊരു ഫാമിലി ചെന്നിട്ട് ഈ വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയാന്നുള്ള കാര്യങ്ങൾ പറയാതെ അത് കോൺഫിഡൻഷ്യൽ ആയി വെക്കണം. വിസിറ്റ് should not be too lengthy. Schedule additional visits if needed. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് കുറെ സമയം അവിടെ നിൽക്കാതെ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞ് ഇനി വേണമെങ്കിൽ വീണ്ടും ഒരു സിറ്റിങ്ങും കൂടെ ടൈം അറേഞ്ച് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്. ആഫ്റ്റർ ദ വിസിറ്റ്, പിന്നെ വിസിറ്റിന് ശേഷം ഫോളോ അപ്പ് ചെയ്യണം. അതായത് കൺഫേം എഗ്രിമെന്റ്, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അഡ്രസ്സസ് കൺസേൺ. ഇപ്പൊ ഫാമിലിയായിട്ട് മനസ്സിലാക്കി ഇവർക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യണം. ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം ചെയ്തു കൊടുക്കണം. ഡോക്യുമെന്റ് ഇൻസൈറ്റ്, റെക്കോർഡ് ഒബ്സർവേഷൻ ഇൻസൈറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് അറിഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിന് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ എഡ്യൂക്കേറ്റർ ശ്രദ്ധിക്കണം. ഷെയർ വിത്ത് ടീം, അതുപോലെ മറ്റ് ടീമിനോട് ഇപ്പൊ സ്കൂളിന്റെ അധികൃതരോട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ എന്താണ് ആവശ്യമുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഷെയർ ചെയ്ത് അതിന് വേണ്ട നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. By being prepared, thoughtful home visits can be a valuable tool for the building relationship and supporting families. ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ബോണ്ട് കൂട്ടാനും അതുപോലെ തന്നെ ഫാമിലിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാനും ഈ ഹോം വിസിറ്റ്സ് നല്ലതാണ്. ഈ ഹോം വിസിറ്റ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഈ ഫാമിലിക്ക് നമ്മൾ ഒരു അവരെ അപ്രിസിയേഷൻ, അവർക്കൊരു ആതിഥ്യ മര്യാദ കൊടുക്കുക. നമ്മൾ ചെന്ന് അവർക്ക് നല്ലൊരു അവരുടെ പെരുമാറ്റത്തിൽ നല്ലതാണെന്നുള്ളത് നമ്മൾ പറയുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇംപ്രഷൻ വരും, കേൾക്കാനുള്ള ഇതുണ്ടാവും. അപ്പൊ ആ ബോണ്ട് ഒന്നും കൂടെ കൂടും. കഴിഞ്ഞു മാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? മാം ആ സ്റ്റാർട്ടിങ്ങിലത്തെ ഒരു 5 പോയിന്റ്സ് പറഞ്ഞിരുന്നില്ല, അത് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും മാം. മുബീന, സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ടായിരുന്നല്ലോ. മുബീന, മാം സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 പോയിന്റ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയോ? ഞാൻ അത് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് പറഞ്ഞത്. ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് പ്രിപ്പയറിംഗ് ഹോം വിസിറ്റ്സ് എന്നുള്ളതില്ലേ, അതൊരു വേറെ പോയിന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഇതിലത്തെ പോലെയല്ല പറഞ്ഞത്, ടെക്സ്റ്റിലുള്ളത് പോലെയല്ല പറഞ്ഞത്. അത് മനസ്സിലായി, അത് മനസ്സിലായതുകൊണ്ടാണ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ടെക്സ്റ്റിലുള്ളത് പറഞ്ഞാൽ മതിയോ? ടെക്സ്റ്റിലുള്ളത് പറയാനാണോ പറഞ്ഞത് ഈ 4 പോയിന്റ്? വിസിറ്റ് അല്ലല്ല, ടെക്സ്റ്റിലില്ലാത്തത് അതെ മുബീന എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ബിൽഡിംഗ് ട്രസ്റ്റ് അങ്ങനെ തുടങ്ങിയത് അല്ലേ? യെസ്.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ട്രസ്റ്റ്, അതായത് ഒരു വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവാനാണ് ഈ ഹോം വിസിറ്റ്സ്. ഹോം വിസിറ്റ്സ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ബിറ്റ്വീൻ ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് ഫാമിലീസ്, ഫോസ്റ്ററിങ് എ സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈ പാർട്ട്ണർഷിപ്പിലൂടെ ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ് ട്രസ്റ്റ്, അതായത് വിശ്വാസം. രണ്ടാമത് പറയുന്നതാണ് ബിജി ഒരു മിനിറ്റ്, പോയിന്റ്സ് മാത്രം മതിയോ? എക്സ്പ്ലെയിൻ അത് മതി. ചെയ്യാം. ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യണ്ട മാം, പോയിന്റ്സ് പോയിന്റ്സ് മാത്രം മതി. മാത്രം പറഞ്ഞു കൊടുത്താൽ മതി മുബീന, പോയിന്റ്സ് മാത്രം. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി ഡൈനാമിക്സ്, പങ്കാളിത്തം വളർത്താൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് പറയുന്നത് കൾച്ചറൽ അവയർനെസ് ആണ്, ഒരു സാംസ്കാരിക അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഐഡന്റിഫൈങ് നീഡ്സ് ആൻഡ് കൺസേൺസ്, അതായത് ആ ഫാമിലിക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ്, വ്യക്തിഗതമായ ബന്ധം കൂട്ടിച്ചേർക്കുക. മതിയോ? താങ്ക് യു മുബീന. ഓക്കെ, വെൽക്കം. ഓക്കെ, തന്നെ അടുത്തത് ട്രാൻസിഷൻ ആണ്. വൃന്ദ കെ പി. Yes, ma'am. ഓക്കെ. Good afternoon, ma'am. Good afternoon, friends. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഒരു പോർഷനാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പരിവർത്തനം. ഫോർ മെനി ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ്, their first major transition happens when they enter preschool. Preparing families for the transition process helps orient families to the program, anticipate services based on each child's need, and provide valuable insight to each child and family. Family participation also helps make less some of the stress that may be associated with transition. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പരിവർത്തനം. അതായത് പ്രീ സ്കൂൾ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അത് ഒരു കുട്ടി തൻ്റെ ഫാമിലിയിലെ കെയറിങ് വിട്ട് പുതിയൊരു എൻവയോൺമെന്റിലേക്ക് കടക്കുകയാണ് പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 to 6 years ആണ് പ്രീ സ്കൂൾ കാലഘട്ടം. അപ്പോൾ നമ്മുടെ പേരൻസിന്റെ കെയറിങ് വിട്ട് ഒരു പുതിയ എൻവയോൺമെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഫാമിലീസിനും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള കെയറിങ് കിട്ടുമോ, അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് ഫാമിലിക്കും ഒരു ഇതുണ്ടാവും. പിന്നെ കുട്ടികൾക്കും പുതിയൊരു എൻവയോൺമെന്റ് കിടക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പുതിയ കൂട്ടുകാര്, ടീച്ചർ, അങ്ങനെ പഠനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഫാമിലീസിനെ സജ്ജാക്കണം പുതിയൊരു എൻവയോൺമെന്റിലേക്ക് കടക്കുമ്പോൾ. അതിന് ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യാം. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലീസിനെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതുവഴിയൊക്കെ അവരുടെ ഒരു സ്ട്രെസ് കുറച്ച് കിട്ടും. അതായത് കുട്ടികൾ പുതിയൊരു ഇതിലേക്ക് പോകുമ്പോൾ ഒരു സ്ട്രെസ് കുറച്ച് കിട്ടും. Then the level and type of participation prior to enrollment will vary across families based on each family's interests, resources, and general capacity to be involved. Offering a range of flexible ways to learn about the program will help ensure that most families are ready for the program. അതായത് ഇപ്പോൾ നമ്മൾ ഫാമിലീസിനെ ഉൾപ്പെടുത്താന്ന് പറഞ്ഞല്ലോ പ്രോഗ്രാമിൽ. ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിന്ന് വരില്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പൊ എല്ലാവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് അനുസരിച്ച് നമ്മൾ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ ഓരോരുത്തർക്ക് ചില പ്രോഗ്രാംസിൽ താല്പര്യമില്ലായ്മ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന രീതിയിലാണ്, എങ്ങനെയാണ് പ്രോഗ്രാം, എന്തൊക്കെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ തന്നെ കൂടുതൽ പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. And the following activities will foster smooth transition. Offer parent meetings focused on child and family expectations and services in the preschool settings. Topics can include parent role, curriculum, and family services. അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടക്കും. അതായത് പാരൻസ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. പാരൻസ് മീറ്റിംഗ്സിൽ നമ്മളുടെ കുട്ടികളുടെ അതായത് ഓരോരുത്തരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അറിഞ്ഞ്, അതുപോലെ സ്കൂളിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്, എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫെസിലിറ്റീസ്, അതുപോലെ സ്കൂളിൻ്റെ പഠനം എങ്ങനെയാണ്, അതുപോലെ പേരൻസ് എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആവണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫാമിലി എങ്ങനെ ഇതിൽ ഉൾപ്പെടണം എന്നുള്ള കാര്യങ്ങളെല്ലാം പാരൻസ് മീറ്റിങ്ങിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം പേരൻസിനെ. അതുപോലെ സെക്കൻഡ് പോയിന്റ്, സെൻഡ് ഔട്ട് ഇൻവിറ്റേഷൻസ് ടു വിസിറ്റ് ദ പ്രീ സ്കൂൾ.
അതായത് നമ്മളെ സ്കൂൾ വിസിറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു ഇൻവിറ്റേഷൻ അയക്കാം. അതായത് സ്കൂള് വിസിറ്റ് ചെയ്യാൻ നമ്മൾ ഇൻവിറ്റേഷൻ ഒക്കെ പോസ്റ്റ് വഴി അങ്ങനെയൊക്കെ അയക്കുമല്ലോ, അല്ലെങ്കിൽ എന്താ കോള്, അങ്ങനെയൊക്കെ പല മാർഗങ്ങളുണ്ട് അവർ സ്കൂളിൽ വന്നങ്ങാട്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തേർഡ് പോയിന്റ്, ഹാവ് ആൻ ഓപ്പൺ ഹൗസ് ഫോർ ഫാമിലീസ്. ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഓപ്പൺ ഹൗസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫാമിലീസിന് പുതിയ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ ചേരാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം മനസ്സിലാക്കാനായിട്ട് ചില സ്കൂളുകൾ തുടക്കത്തിലെ തന്നെ ഓപ്പൺ ഹൗസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഇതെന്തെന്ന് വെച്ചാൽ ഓപ്പൺ ഹൗസ് കണ്ടക്ട് ചെയ്യുന്നതോട് കൂടി സ്കൂളും ഫാമിലിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. അതായത് അവർക്ക് സ്കൂളിന്റെ കൾച്ചർ മനസ്സിലാക്കാൻ സാധിക്കും, എന്താ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിയാൻ സാധിക്കും. ഓപ്പൺ ഹൗസിനെ കുറിച്ച് ചെറിയൊരു ഷോർട്ട് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. Attending an open house can be a valuable way for families to feel more connected to the school and to understand what their children will be learning and experiencing throughout the year. It can also provide a sense of familiarity and ease the transition for new students. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഓപ്പൺ ഹൗസ് തന്നെയാണ്. കുട്ടികൾക്ക് അതായത് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അവർക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട്, ഫാമിലീസിനും കുട്ടികൾക്കും സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ഓപ്പൺ ഹൗസ് ആണ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, പ്രൊവൈഡ് ഈവനിങ് ഓപ്ഷൻസ് ഫോർ വർക്കിംഗ് ഫാമിലീസ്. അതായത് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് രാവിലെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വെച്ചാൽ ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട്, വർക്കിംഗ് ആയിട്ടുള്ള പേരൻസിനെ കൂടി കൺസിഡർ ചെയ്ത് എല്ലാവർക്കും ആപ്റ്റായ നല്ലൊരു കറക്റ്റ് ടൈമിനായിട്ട് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് അവർക്കും കൂടി പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ ഹോൾ ഡേ ചൈൽഡ് ഓറിയന്റേഷൻ അറ്റ് ദി പ്രീ സ്കൂൾ പ്രിയർ ടു അറ്റൻഡിങ്. അതായത് ചൈൽഡ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടാനും അതുപോലെ തന്നെ കൂട്ടുകാരെ പരിചയപ്പെടാനും, അതായത് സ്കൂളിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇണങ്ങാനൊക്കെ ചൈൽഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം നല്ലതായിരിക്കും. ലാസ്റ്റ് വൺ, സെറ്റപ്പ് ഹോം വിസിറ്റ് ഫോർ ടീച്ചേഴ്സ് ടു മീറ്റ് ദ ഫാമിലീസ്. അതായത് ടീച്ചേഴ്സിന് ഇപ്പോൾ ഫാമിലീസിനെ ഹോം വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ പോയിങ്ങാട്ട് ഇപ്പോൾ ഹോം വിസിറ്റ് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് നേരിട്ട് പോയിട്ട് ഓരോ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുക അല്ലെങ്കിൽ പറയുക സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹോം വിസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ട്രാൻസിഷൻ്റെ ഒരു സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ദെൻ to facilitate a smooth transition for toddlers who attend childcare or for children with disabilities already in early intervention programs, preschool teachers should meet, consult and plan with the child's teachers and therapists when suitable from their previous placement. If possible, they should observe the child in the setting. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻസ് ഒക്കെ മോശമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ നമ്മൾ പ്രീ സ്കൂളിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ അവരെ ചികിത്സിച്ചിരുന്ന തെറാപ്പിസ്റ്റ്, ഡോക്ടർ അല്ലെങ്കിൽ മുമ്പത്തെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ ടീച്ചേഴ്സൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക, എന്താണ് അവരുടെ സിറ്റുവേഷൻ, എങ്ങനെയായിരുന്നു അതൊക്കെ ഒരു ടീച്ചർ, പ്രീ സ്കൂളിൽ പുതിയൊരു ടീച്ചർ അറിഞ്ഞിരിക്കുക. അതുപോലെ ആ കുട്ടി ഇപ്പോൾ വന്നിരിക്കുന്ന സെറ്റിങ്സിൽ അവരൊന്ന് നിരീക്ഷിക്കുക, അവൻ എങ്ങനെയാണ്, അവിടെ കംഫർട്ട് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അത് അപ്പോൾ നല്ലൊരു രീതിയിലുള്ള അങ്ങനത്തെ കുട്ടികൾക്ക് അപ്പോൾ നല്ലൊരു രീതിയിലുള്ള ട്രാൻസിഷൻ, പരിവർത്തനത്തിന്റെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഇതൊക്കെയാണ് ഞാൻ പറയാനുള്ളത്. കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. Any doubts? Clear ആണോ? Okay ആണോ? Okay, then അടുത്ത ടോപ്പിക്, റോൾ ഓഫ് ദ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂറിംഗ് ട്രാൻസിഷൻ. മായ സിവി. Good afternoon, ma'am, and good afternoon all. My seminar topic is role of administrator during transition. ഇതൊരു ചെറിയ ടോപ്പിക് ആണ്. കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഓക്കെ, ഇതിനകത്ത് വരുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആക്ച്വലി സ്കൂൾ പ്രിൻസിപ്പാൾ ആണ്. നമ്മളുടെ കേസിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ആണ് മെയിൻ അഡ്മിനിസ്ട്രേറ്റർ.
ഇത് വായിക്കുന്നിടം വരെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ വരുന്നത് പ്രിൻസിപ്പാളാണ്. ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ആ കാര്യം എനിക്ക് മനസ്സിലായത്. സോറി ഫോർ ഓൾ. Then school principal is the head administrator responsible for managing the school day-to-day operation and ensuring a safe and productive learning environment. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പാൾ ആണ് ശരിക്കും നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്കൂൾ മാനേജ് ചെയ്യുക, സ്കൂളിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ നിരീക്ഷിക്കുക, അതിന് വേണ്ട അഡ്വൈസ് നൽകുക, നല്ല പ്രൊഡക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ പ്രിൻസിപ്പാളിന്. He hold a very important position in the school. He take all big decision regarding the school. സ്കൂളിനെ സംബന്ധിച്ചുള്ള എല്ലാ മെയിൻ തീരുമാനങ്ങളും വലിയ തീരുമാനങ്ങളും എടുക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൾ ആയിരിക്കും. He can improve സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷനെ സംബന്ധിച്ച് അതിന്റെ സ്റ്റാൻഡേർഡ് എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ബി എ വെരി ഡിസിപ്ലിൻ പേഴ്സൺ. വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഹി ഈസ് വെരി പങ്ക്ച്വൽ ആൻഡ് ടേക്സ് ഗ്രേറ്റ് ഡിസിഷൻ ഫോർ സ്കൂൾ. ദെൻ കുറെ പോയിന്റ്സ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു നീട്ടുന്നില്ല. എന്നാൽ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം. നമ്മുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഗുഡ് ലീഡർഷിപ്പ്. സെക്കൻഡ് പോയിന്റ് ഗുഡ് പ്രോഗ്രാമർ. തേർഡ് വൺ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫിംഗ്. ഫോർത്ത് വൺ സ്റ്റാഫ് സൂപ്പർവിഷൻ ആൻഡ് ഇവാലുവേഷൻ. ഫിഫ്ത്ത് വൺ student supervision. Sixth one budget planning. Seventh one health and safety. Eighth one visualize future for the school. And seventh one acquiring the knowledge about new trend and technology. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പോയിന്റ്സ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ലൊരു ലീഡർഷിപ്പ് ആയിരിക്കണം. സ്കൂൾ ഓർഗനൈസേഷനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ആളായിരിക്കണം. സ്റ്റാഫ് സൂപ്പർവിഷൻ നന്നായി ചെയ്യണം. അതുപോലെ സ്റ്റുഡൻസിനെ സൂപ്പർവൈസ് ചെയ്യണം. നല്ല ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നല്ല അവയർനെസ്സും വേണം. അതൊക്കെ അത് പാലിച്ചു കൊണ്ട് ആ സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. പിന്നെ സ്കൂളിന്റെ ഫ്യൂച്ചറിനെ പറ്റി എങ്ങനെയാണ് ഇനി അടുത്ത അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സ്കൂളിനെ എങ്ങനെയൊക്കെ ട്രാൻസിഷൻ വരുത്താം അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ചേഞ്ച് വരുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പം നമ്മുടെ ഇതിലേക്ക് വരുവാണെങ്കിൽ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഒരു പരിവർത്തന സമയത്ത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ പ്രിൻസിപ്പൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ് എ ട്രാൻസിഷൻ ടീം കമ്പോസ്ഡ് ഓഫ് ഫാമിലീസ്, കമ്മ്യൂണിറ്റി ഏജൻസീസ് ആൻഡ് ലീഡേഴ്സ് ആൻഡ് പ്രീ സ്കൂൾ ആൻഡ് എലിമെന്ററി പേഴ്സണൽ സച്ച് ആസ് ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ചൈൽഡ് സ്റ്റഡി ടീം ആൻഡ് PIRT members, bilingual education specialists, curriculum coordinators and administrators. ഇതിനകത്ത് PIRT മെമ്പർ എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തിട്ട് മിസ്സിന് ഒന്ന് പറയാവോ PIRT മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അടുത്ത വർഷം പറഞ്ഞുതരാം. ഓക്കെ മിസ്, അതെനിക്കും അറിയില്ലേ. അതായത് ഈ ഒരു ചേഞ്ചിന്റെ സമയത്ത് ഫാമിലി, കമ്മ്യൂണിറ്റി ഏജൻസി അല്ലെങ്കിൽ നേതാക്കൾ, പ്രീ സ്കൂൾ എലമെന്ററി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തകര്, പിന്നെ ചൈൽഡ് സ്റ്റഡി സോഷ്യൽ വർക്കേഴ്സ്, ചൈൽഡ് സ്റ്റഡി ടീം വിദ്യാഭ്യാസ വിദഗ്ധര്, പിന്നെ പറഞ്ഞേക്കുന്നതാണ് PIRT മെമ്പേഴ്സ്. ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ അതായത് പാഠ്യപദ്ധതി കോർഡിനേറ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ അവരെല്ലാവരും അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന കാര്യം. അതിനുശേഷം റെക്കഗ്നൈസ് ട്രാൻസ്മിഷൻ ടീം ഫെസിലിറ്റേറ്റർ ഹു വിൽ സെൻഡ് എ കണ്ടക്ട്. അതായത് ഒരു ട്രാൻസ്മിഷൻ ഫെസിലിറ്റേറ്ററുടെ സഹായത്തോടെ സ്കൂളിലെ ജീവനക്കാർക്ക് മീറ്റിങ്ങിലൊക്കെ പതിവായി പങ്കെടുക്കാൻ കഴിയുക, പതിവായി ഷെഡ്യൂൾ ചെയ്ത മീറ്റിങ്ങുകൾ സജ്ജീകരിക്കുകയും നടത്തുകയും ചെയ്യുക. ദെൻ വരുന്നത് recognize children at risk for learning a valid screening tool and provide support targeted to the children's individual learning needs.
അതായത് പഠന വൈകല്യങ്ങളുള്ള കുട്ടികളെ തിരിച്ചറിയുകയും കുട്ടികളുടെ പഠനത്തിന് സഹായിക്കുന്ന പിന്തുണ നൽകുകയും ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദെൻ select a suitable instrument for measuring program quality and administrate annually to monitor progress. Plan system for data collection, analysis, and accountability to provide information about student progress, program quality, and teacher effectiveness from preschool ത്രൂ തേർഡ് ഗ്രേഡ്. അതായത് ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി രൂപീകരിച്ച് കഴിയുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ പുരോഗതിയെ അല്ലെങ്കിൽ ക്വാളിറ്റിയെ നിരീക്ഷിക്കുക, അതിനെ നിയന്ത്രിക്കുക. പ്രീ സ്കൂൾ മുതൽ തേർഡ് ഗ്രേഡ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ഗുണനിലവാരം, അവരുടെ അധ്യാപകരുടെ അവരുടെ പഠിപ്പിക്കുന്ന രീതി, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. അതായത് ഡേറ്റ ശേഖരണം, അതിനെക്കുറിച്ചൊരു വിശകലനം നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം ചേഞ്ചിന് ആവശ്യമായ അല്ലെങ്കിൽ വികസനത്തിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ മൂല്യനിർണ്ണയം ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന്, അതായത് ഒരു ട്രാൻസിഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. നെക്സ്റ്റ് വരുന്നത് കൺസിഡർ ഹാവിംഗ് എ ടീച്ചർ ലൂപ്പ് ക്ലാസ് ഓഫ് ചിൽഡ്രൻ ഫോർ അറ്റ്ലീസ്റ്റ് 2 grades. അതായത് കരിക്കുലർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ചെയ്യുന്നത്. എനിക്ക് ഇത്ര പറയാൻ അറിയുള്ളൂ മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. എല്ലാവർക്കും ക്ലിയർ ആണോ? Okay. The next one, role of the transition team. Vinita Prem. Okay. Good evening, all. Respected ma'am and my dear friends. My topic is role of the transition team. Role of transition team in early childhood education. The transition team in early childhood education plays a vital role in ensuring or supporting children's smooth transition from one educational setting to another. അതായത് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ നിന്നും, അതായത് ഇപ്പോൾ കിൻഡർ ഗാർഡനിൽ നിന്ന് പ്രീ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ നിന്ന് എലിമെന്ററി സ്കൂളിലേക്ക് മാറുമ്പോൾ അവർക്ക് ഉള്ള ഒരു സെറ്റിംഗ് ചെയ്തു കൊടുക്കുക. From one educational setting to another, such as from preschool to kindergarten or from kindergarten to elementary school. ഇതിനകത്ത് members ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ, the team typically consists of educators ഉണ്ടാവും, അതുപോലെ parents ഉണ്ടാവും, caregivers who work together to support children through various transition. ഈ കുട്ടികളെ ഈ ട്രാൻസിഷനിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, കെയർ ഗിവേഴ്സ്, പാരന്റ്സ് ഇവരൊക്കെ ഉണ്ടാവും. ഈ ട്രാൻസിഷൻ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നത് കൊളാബറേഷൻ ആണ്. The transition team collaborates with teachers, parents and administrators to ensure a seamless transition for children. ഒരു തടസ്സമില്ലാത്ത ഒരു ട്രാൻസിഷൻ കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ടീം മെമ്പേഴ്സ് ആയ ടീച്ചേഴ്സും പാരന്റ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ the team assessment ആണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. The team assess children's readiness for the next educational setting. അതായത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് കുട്ടികൾ മാറുമ്പോൾ അവരുടെ ട്രാൻസിഷൻ ആവശ്യമായ സപ്പോർട്ടും എല്ലാം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പ്ലാനിങ് ആണ്. The team develop transition plans to each children. ഓരോ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അവര് ഓരോ പ്ലാൻ ഉണ്ടാക്കുന്നു. ഇൻക്ലൂഡിംഗ് സ്ട്രാറ്റജീസ് ഫോർ സപ്പോർട്ട്. സാമൂഹികമായ വൈകാരികമായ ഈ പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഒരു പോയിന്റൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അബൌട്ട് ദ ട്രാൻസിഷൻ പ്രോസസ്. ഈ പ്രോസസ്സിനെ പറ്റി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പ്രൊവൈഡിങ് ദം വിത്ത് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് ടു സപ്പോർട്ട് ദ ചൈൽഡ് ട്രാൻസിഷൻ. ആ കുട്ടികളുടെ മാറ്റത്തിന് അതിനാവശ്യമായ ഇൻഫോർമേഷനും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നു.
The team provides support to children during the transition period. അതുപോലെ ഈ ട്രാൻസിഷൻ പീരീഡിൽ അവർക്ക് ആവശ്യമായ കുട്ടികൾക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക. ഹെൽപ്പിംഗ് ദം അഡ്ജസ്റ്റ് ടു ന്യൂ എൻവയോൺമെന്റ്. അവർ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു തലത്തിൽ നിന്നും മറ്റൊരു ഗ്രേഡിലേക്ക് മാറുമ്പോൾ അതിനുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പുകളൊക്കെ കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് റോൾ ഓഫ് ട്രാൻസിഷൻ ടീമിൽ പറയുന്നുണ്ട് സർവേ ഫാമിലീസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ടു റെക്കഗ്നൈസ് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ സർവീസ് നീഡ്സ്. ഇത് പറയുന്നത് വിദ്യാഭ്യാസ സാമൂഹിക സേവന ആവശ്യങ്ങൾ തിരിച്ചറിയാൻ കുടുംബങ്ങളെയും സമൂഹത്തെയും സർവേ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻക്ലൂഡ് എ പേഴ്സൺ ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് ഫാമിലീസ്, early learning providers and local public and private agencies to fully understand children and families prior to school entry. സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് തന്നെ കുട്ടികളെയും കുടുംബങ്ങളെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആദ്യകാലത്തെ പഠനദാതാക്കൾ എന്നിവരുമായി സഹകരിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ ഉൾപ്പെടുത്തുക എന്നതാണ് അത് പറയുന്നത്. സ്കൂൾ പ്രവേശനത്തിന് മുമ്പായിട്ട് തന്നെ അവരുമായിട്ട് ഇടപഴകുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ഗോൾസ് ടു എൻഷുവർ സീംലെസ് സപ്പോർട്ട് ഫോർ ദ ചിൽഡ്രൻ ആസ് ദേ മൂവ് ത്രൂ ഈച്ച് ഇയർ, ഇൻക്ലൂഡിംഗ് സമ്മർ ഫ്രം പ്രീ സ്കൂൾ ത്രൂ തേർഡ് ഗ്രേഡ്. The focus will be on addressing development of the whole child rather than academic skills in isolation. പ്രീ സ്കൂൾ മുതൽ തേർഡ് ഗ്രേഡ് ക്ലാസ് വരെ അവിടെ പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലം ഉൾപ്പെടെ, അതായത് വെക്കേഷൻ ടൈം ഉൾപ്പെടെ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും തടസ്സമില്ലാത്ത പിന്തുണ ഉറപ്പാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അക്കാദമിക് കഴിവുകളെക്കാൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഓരോ കുട്ടിയുടെയും വികസനത്തിനാണ് എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അവിടെ അടുത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ, പ്ലേസ്മെന്റ് ഓപ്ഷനുകൾ, പിന്നെ അധ്യാപകരുടെ പ്രതീക്ഷകൾ, ആരോഗ്യ പോഷകാഹാര വിവരങ്ങൾ, ഇതൊക്കെയുള്ള കാര്യങ്ങൾ പ്രീ സ്കൂൾ മുതൽ തേർഡ് ഗ്രേഡ് വരെയുള്ള ഓരോ തലത്തിലും മാറുന്നതിനനുസരിച്ച് അതിന്റെ വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകുക. പിന്നെയൊന്ന് പറഞ്ഞിരിക്കുന്നത് ജനറേറ്റ് എ ടൈം ലൈൻ ഫോർ കൺസ്ട്രക്ടിങ് ദ ട്രാൻസിഷൻ പ്ലാൻ. ഈ ട്രാൻസിഷൻ പ്ലാനിൽ ഒരു കൃത്യമായ ഒരു ടൈം ലൈൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ റീവിസിറ്റ് ആൻഡ് അപ്ഡേറ്റ് ദ ട്രാൻസിഷൻ പ്ലാൻസ് ആനുവലി. ഒരു വർഷം തോറും ഇതെന്താണ് അപ്ഡേറ്റ് ചെയ്യുക എന്നും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെയാണോ മാം? ഇത്ര മതിയില്ലേ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, ma'am. Okay. Then അടുത്തത് നോയൽ ജോയ് ആണ്. റോൾ ഓഫ് ദ ടീച്ചർ ഇൻ ട്രാൻസിഷൻ ആൻഡ് ഇവാലുവേഷൻ. Good evening all. ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ ആണ്. അതില് ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ഓൺ ദ ട്രാൻസിഷൻ ടീം ഓർ പ്രൊവൈഡ് സജഷൻസ് ഫോർ ദ ആക്ടിവിറ്റീസ്. അതായത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇപ്പൊ മാത്സ് ക്ലബ്ബ് അങ്ങനെ ഓരോ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, ആ ക്ലബ്ബ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നിർദ്ദേശം കൊടുക്കലാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മീറ്റ് വിത്ത് അതർ ടീച്ചേഴ്സ് within and across grade levels and with the specialized to discuss and implement developmentally appropriate standard curriculum and assessment that are aligned horizontally and vertically. അതായത് ഇപ്പോ ഒരു സബ്ജക്റ്റ് ഇപ്പൊ ഇംഗ്ലീഷിലത്തെ വേറെ സ്കൂളിലത്തെ ടീച്ചർമാരായിട്ട് ഇങ്ങനെ ഇപ്പൊ ടീച്ചേഴ്സ് ക്ലസ്റ്റർ ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളുടെ കുട്ടികളുടെ പ്രായത്തിനും കുട്ടികളുടെ നിലവാരത്തിനും അനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതി രൂപീകരിക്കണം. ആ പാഠ്യപദ്ധതി നമ്മൾ രൂപീകരിച്ച പാഠ്യപദ്ധതി മൂല്യനിർണ്ണയം ചെയ്തിട്ട് അതിലെന്തെങ്കിലും കുറവോ പോരായോ ഉണ്ടോ എങ്കിൽ അത് ചർച്ച ചെയ്ത് നമ്മൾ ആ കുറവും പോരായും നികത്തിയിട്ട് വേണം പുതിയ കരിക്കുലം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്
meet with teachers within across the grade level to discuss the transition activity of spring, summer and fall for children and families. അതായത് ഇപ്പോ വെക്കേഷൻ സമ്മർ ടൈമിലൊക്കെ ഇപ്പൊ ഓരോ സ്കൂൾ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളില് സമ്മറിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളിലേക്ക് വേണ്ടിയിട്ട് സമ്മർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യും. കുട്ടികൾക്ക് ആക്ടിവിറ്റീസിൽ കൂടുതൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ സമ്മർ ക്യാമ്പിൽ അവര് കുക്കിംഗ്, അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വിമ്മിങ്, ഇതൊക്കെയാണ് അവർ ആ സമ്മർ ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഡിസ്ട്രിബ്യൂഷൻ ഡെവലപ്മെന്റിൽ അപ്രോപ്രിയേറ്റ് ഹോം ലേണിംഗ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ സ്കൂൾ ഇയർ ആൻഡ് ദ സമ്മർ മന്ത്. അതായത് സ്കൂളിൽ, അതായത് കുട്ടികളുടെ പഠനത്തിന് കൂടുതൽ, അതായത് കുട്ടികളുടെ കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പഠനം, അതായത് പഠനത്തിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ ആക്ടിവിറ്റികൾ പോലെ കൊടുക്കാം നമുക്ക്. അതായത് പേപ്പർ വായിച്ചിട്ട്, അത് ഓരോ ദിവസത്തെ പേപ്പറുകൾ വായിച്ചിട്ട് അതിൽ വരുന്ന ജനറൽ നോളജ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കുക. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതോട് കൂടി ജനറൽ നോളജ് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുട്ടികളുടെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൽക്കം new children and families know how they can become involved their child school and classroom. സോറി, ഒരു പോയിന്റ് വിട്ടുപോയി. ഫിഫ്ത്ത് പോയിന്റ്, get to know each child and family, contact family prior to the start of the school and interacted with them on a regular basis throughout the year. അതായത് ഓരോ സ്കൂൾ ആരംഭിക്കുമ്പോൾ നമ്മളുടെ ഫാമിലീസ് ആയിട്ട് ടീച്ചർമാർക്ക് ഒരു കോണ്ടാക്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിലത്തെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇപ്പൊ സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വെൽക്കം ന്യൂ ചിൽഡ്രൻ ആൻഡ് ഫാമിലി നോ ഹൗ ദേ ക്യാൻ ബിക്കം ഇൻവോൾവഡ് ഇൻ ദയർ ചൈൽഡ് സ്കൂൾ ആൻഡ് ക്ലാസ് റൂം. അതായത് ഒരു പുതിയ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ ആ കുട്ടി എങ്ങനെയാണ് ക്ലാസ് റൂമിൽ പെരുമാറുന്നത്, ആ കുട്ടിയുടെ ടാലന്റ്, ഇതൊക്കെ ഫാമിലി, അതായത് ആ കുട്ടിയുടെ പാരന്റ്സിനെയും വീട്ടുകാരെയും അറിയിക്കാൻ ഒരു ടീച്ചറിന് ബാധ്യതയുണ്ട്. ഈ 6 പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? ഈ 6 പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് വരുന്നതാണ് ഇവാലുവേഷൻ. School district should evaluate the family service program annually to determine what services and activities have been successfully in aiding and engaging families. അതായത് ഇപ്പോൾ ഓരോ സ്കൂളിലും ഓരോ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്യണ്ടാവും. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ NSS പോലെയുള്ള സംഘടനയിൽ ഇപ്പോൾ ആ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് വീടില്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ആ പ്രോഗ്രാമുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ആ സ്കൂളിൽ, അതായത് എന്തൊക്കെ സേവനങ്ങളാണ് ഫാമിലിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ഇനി സർവേ റിസൾട്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു പേഴ്സണലി ഐഡന്റിഫൈ ദ ഫാമിലി ഓർ റിപ്പയർമെന്റ് സ്റ്റാഫ് ഇൻ എനി വേ. They should not be primarily used to support the professional development and program advance. അതായത് ഇപ്പോൾ സ്കൂളിലത്തെ ടീച്ചർമാരെ എല്ലാവരും കൂടിയിട്ട് സർവേക്കൊക്കെ വരാറുണ്ട്. വീട്ടിലത്തെ കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അവര് പ്രിപ്പയർ ചെയ്തിട്ട് സർവേക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സർവേ ഉപയോഗിച്ചിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്, വ്യക്തിപരമായിട്ട് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ലാണ് ആ സർവേ റിപ്പോർട്ട് യൂസ് ചെയ്യേണ്ടത്. പകരം ആ ഏരിയയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. The family should be complete the annual survey that will provide district with the data to help them identify the areas in needed to progress, such as contacting and outreach, teachers family relationship, family services and supporting and program quality. അതായത് ഈ എല്ലാം കൊല്ലം, അതായത് ഒരു ആനുവൽ റിപ്പോർട്ട് എന്തായാലും ആനുവൽ സർവേ നമ്മൾ നടത്തുന്നത് വഴി ആ ഏരിയയിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് നമുക്ക് ഈ ആനുവൽ റിപ്പോർട്ട് വഴി അറിയാൻ പറ്റും. ആ ആനുവൽ സർവേ വെച്ചിട്ട് നമ്മൾ അവിടേക്ക് എന്തൊക്കെ പുരോഗതി, എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് നമുക്ക് എന്തൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം ഇവരെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
Principal, directors, teachers, and social service personnel should complete pre- and post-survey that help them determine their basis, their knowledge of lack of the family's background and culture and community and district services available to family. അതായത് നമ്മൾ സർവേ നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിന് ശേഷം ആ ഫാമിലിക്ക് എന്തൊക്കെ സഹായങ്ങൾ കിട്ടണമെന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞു മാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോകാം. കുറച്ച് സമയമുള്ളൂ, പറയാവുന്നിടത്തോളം പറഞ്ഞു തീർക്കാം കേട്ടോ. യൂണിറ്റ് 4 ദ എലമെന്റ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ ഒരു വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. 1 പേജ് ഉള്ള ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. അതായത് മികച്ച ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് പ്രാക്ടീസിന്റെ ചില കണ്ടന്റ് ആണ് മ്യൂട്ട് ചെയ്യൂ. മികച്ച പരിശീലനത്തിന്റെ ചില ഫാക്ടേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ പാരന്റ്സിന്റെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് പ്രയോജനപ്പെടുത്തുന്നതിന് ചില മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ പാരന്റ്സിന്റെ ചില താല്പര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന ചില മാർഗങ്ങൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, break down the teacher non-teaching barrier by allowing for activities that are not directly related to education. അധ്യാപകരും അനധ്യാപകരും തമ്മിലുള്ള തടസ്സങ്ങളെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോ ഒരു സ്കൂളിലെ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. അവർക്കിടയിൽ പല കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോ അത് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ എടുക്കണം എന്നില്ല, ചിലപ്പോൾ അധ്യാപകരും അല്ലെങ്കിൽ പാരന്റ്സും ആയിക്കോട്ടെ, ആര് തമ്മിലായിക്കോട്ടെ, ചില തർക്കങ്ങളോ കാര്യങ്ങളോ പ്രോബ്ലംസ്, അവർക്കിടയിൽ ചില പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അതൊരിക്കലും നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് ആ തർക്കങ്ങളെയും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെയും ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. അപ്പൊ പലവിധ തടസ്സങ്ങളോ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അതൊന്നും എന്ത് ചെയ്യരുത്, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അതിനെ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, then രണ്ടാമത്തെ പോയിന്റ്, യൂസ് പേഴ്സണൽ കോണ്ടാക്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. പാരന്റ്സുമായിട്ടും സ്കൂളുമായിട്ടും സ്ഥിരമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് അത് കുട്ടികളുടെ ഡെവലപ്മെന്റിനും അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും ഗുണകരമായിട്ട് വരികയുള്ളൂ. Then third point, interact. എപ്പോഴും ഇടപഴകുക. അതായത് സ്ഥിരമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകരുമായിട്ടും അവിടുത്തെ മാനേജ്മെന്റുമായിട്ടും അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുമായിട്ടും നിരന്തരം നമ്മൾക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതിനെയാണ് ഇന്ററാക്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. നാലാമത്തെ പോയിന്റ്, ബി എ വെന്യൂ ഫോർ ആൻ ഏജന്റ് ഓഫ് പാരന്റൽ സെൽഫ് ഗ്രോത്ത്. സ്കൂൾ പാരന്റിന് വളരാൻ കഴിയുന്ന ഒരു ഇടമാക്കി മാറ്റുക. അതായത് സ്കൂൾ എന്ന് പറയുന്നത് മാതാപിതാക്കളെ ഗ്രോ ചെയ്യിപ്പിക്കുന്ന, സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ കൂടുതൽ ഗ്രോത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കുട്ടികളെ മാത്രമല്ല പാരന്റ്സിനെയും ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും. അപ്പൊ പാരന്റിന് എപ്പോഴും എവിടെ വളരാൻ കഴിയണം? സ്കൂൾ സെറ്റിംഗ്സിൽ വളരാനായിട്ട് സാധിക്കണം. അതിനുള്ള സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആണോ? 4 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ, then 5ാമത്തെ പോയിന്റ്,
Ask for and value the opinion of parents outside the formal school form. അതായത് ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ സ്ട്രക്ചറിന് പുറത്തുള്ള മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യാം. അതായത് നമുക്കറിയാം ഒരു സ്കൂൾ സെറ്റിംഗ്സ് ആകുമ്പോൾ മാതാപിതാക്കളോട് അല്ലെങ്കിൽ പാരന്റ്സിനോട് ഇന്ന ഒപ്പീനിയൻ ചോദിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അതായത് മെജോറിറ്റിയുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ പാരന്റ്സിന്റെ. അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ സ്കൂൾ മാനേജ്മെന്റും അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ആളുകളും ഒരു തീരുമാനത്തിലെത്തുക. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും പതിവുള്ളതാണ്. അതായത് ഒരു ഫോർമൽ ആയിട്ടുള്ള എന്താ പറയാ പാരന്റ്സിന്റെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ എല്ലാ സ്കൂളുകാരും ചോദിക്കാറുണ്ട്. എന്നാൽ അതിന് പുറമെ ചിലപ്പോ അവർക്ക് ചില കാര്യങ്ങൾ കുട്ടികളെ കുറിച്ച് പറയാനുണ്ടാവും, അല്ലെങ്കിൽ സ്കൂള് മാറ്റേണ്ട സ്കൂള് എന്താ പറയാ സ്കൂളിലെ ചില വാല്യൂസ് അല്ലെങ്കിൽ ചില കാര്യങ്ങള് പ്ലാനുകളൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോ അത്തരത്തിലുള്ള ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റിംഗ്സിൽ പോകുന്ന സ്കൂളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അപ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മാറി ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാകുമ്പോൾ അവർക്ക് ചില മാറ്റങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാറുണ്ട്, അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് കേട്ടിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെറ്റിംഗ്സ് മാറ്റാന്നുള്ളതും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാന്നുള്ളതും ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഫോർമൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചറിന് പുറത്ത് നിന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ടുകണ്ട് അവരെ ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മേക്ക് ആൻ എൻവയൺമെന്റ് ദാറ്റ് എൻകറേജസ് പാരന്റൽ ഓട്ടോണമി. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താ പറയാ, അതായത് അവരെ കൂടുതലായിട്ട്, അതായത് അവർക്ക് നല്ലൊരു എൻവയൺമെന്റ് പ്രദാനം ചെയ്യുക അവർക്ക് വളരുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്വയം ഭരണം അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഓട്ടോണമി എന്ന് പറയുമല്ലോ, പാരന്റ്സിനെ സ്വയമേ വളരാനായിട്ട് അനുവദിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, കൂടുതൽ സ്വാതന്ത്ര്യം പാരന്റ്സിന് സ്കൂളിൽ അനുവദിക്കുക എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ നിർത്താം. ദെൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പറയാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോ അടുത്തൊരു ക്ലാസ്സും കൂടി ഉണ്ടാവുള്ളൂ. ഇതിന്റെ കുറച്ച് ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ തീർക്കും. പിന്നെ ദെൻ ടീച്ചർ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചിലപ്പോ അടുത്ത ക്ലാസ്സിൽ 1 മണിക്കൂർ ഫുൾ ആയിട്ട് ഉണ്ടാവില്ല, ഹാഫ് ആൻ അവർ ഉണ്ടാവുള്ളൂ. ഇത് തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയം മാത്രം മതി. അപ്പോ അത് എന്താന്ന് വെച്ചാല് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ. പിന്നെ ഒരു ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 5 എണ്ണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ഈ ആഴ്ചയിൽ തന്നെ ഇട്ട് തരുന്നതാണ് കേട്ടോ. സ്കൂൾ ഇൻസ്പെക്ഷൻ ആയാലും നമ്മൾ എടുത്ത ചാപ്റ്റർ ആയാലും ഇട്ട് തരാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താ പി ജി ക്ലാസ് ഈ വീക്ക് കൊണ്ട് തീരും, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി ടീച്ചർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ, അതൊക്കെ തീരാത്ത ചാപ്റ്റേഴ്സ്. ഓക്കെ, താങ്ക് യു മാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു.